മതി മതി, എന്നെ കാണുമ്പോ എഴുന്നേറ്റ് നിന്നിട്ടുള്ള ബഹുമാനമൊന്നും വേണ്ട. തന്റെ ഷോള വിടറോ. പ്രാക്ടീസ് ആകുമ്പോൾ ചൂടെടുക്കുന്നത് എനിക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ. അത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ പോയിരുന്നോളൂ. ആരെ നിർബന്ധിക്കുന്നത്? ഷോളൊക്കെ ഇട്ടിട്ടുള്ള പ്രാക്ടീസ് മതി. എന്താ ഒരു പോണിറ്റെയിലൊക്കെ? അതിന്റെ ആവശ്യമൊന്നുമില്ല. പ്രാക്ടീസ് ആണെങ്കിലും അല്ലെങ്കിൽ തനിക്ക് അറ്റൻഡൻസ് തരാൻ ഞാൻ ക്ലാസ് ടീച്ചറോട് പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇതിനുള്ളിലേക്ക് വരുമ്പോൾ സ്കൂളിനൊരു ഡെക്കോർ ഉണ്ട്, അത് എന്തായാലും പാലിച്ചേ പറ്റൂ. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞേക്കാം, എനിക്ക് ഒരാളെയും ക്യാരക്ടർ അസാസിനേഷൻ നടത്തേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഈ ലിപ്സ്റ്റിക്കും ലിപ് ഗ്ലോസും മറ്റു കാര്യങ്ങളെല്ലാം ഇട്ട് വരുന്നവരുടെ ഉദ്ദേശം എന്താന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഇൻചാർജ് ടീച്ചർ എവിടെ? മീര ടീച്ചർ അല്ലേ? ഗോ ആൻഡ് കോൾ. യെസ് മീര ടീച്ചർ. ഞാൻ കഴിഞ്ഞ 15 മിനിറ്റ്സ് ആയിട്ട് ഇവരുടെ പ്രാക്ടീസ് അവിടെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഉള്ളിലേക്ക് കയറി വന്നത്. കയറി വന്നപ്പോൾ ടീച്ചർ കൂടെ ഇല്ല. എന്താ നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ രണ്ടുപേരും എന്താ ഈ ചേർത്ത് പിടിച്ചിട്ടുള്ള പരിപാടിയൊക്കെ? അതെന്ത് അമ്മയും മകനുമായിട്ടുള്ള വേഷമാണെങ്കിലും അതൊന്നും എന്തായാലും വേണ്ട. ഒരു കയ്യകലത്തിൽ നിന്നിട്ടുള്ള അമ്മയും മകനും അച്ഛനും മോളൊക്കെ മതി. ക്ലിയർ ആയിട്ട് എല്ലാ ഗേൾസിനോടും ഞാൻ പറയാം, ഇപ്പൊ നിങ്ങളുടെ കൂടെ ഇവിടെ നിന്ന് എല്ലാറ്റിനും സപ്പോർട്ട് ചെയ്യുന്ന ഈ ബോയ്സ് ആരും തന്നെയും ഫ്യൂച്ചറിൽ നിങ്ങളെ പോലെ ഒരു പെൺകുട്ടീനെ വേണമെന്ന് പറയില്ല. തന്റെ സിസ്റ്റർ അല്ലേടോ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം ഫുൾ A+ വാങ്ങിയ ആള്? യെസ് മീര ടീച്ചർ, എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ആ കുട്ടി ഒരു പ്രോഗ്രാമിനും ഉണ്ടായിരുന്നില്ല, അതിന്റെ റിസൾട്ട് ആ കുട്ടിയുടെ പേപ്പറിലുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഫുൾ A+ ഒക്കെ വാങ്ങി. ഇതിപ്പോ നോക്കിക്കോളൂ, എല്ലാവരും പ്രോഗ്രാമിന് പോയിരുന്ന സമയത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചായിരുന്നു ഡ്രാമ ചെയ്തിരുന്നത്. എന്റെ അറിവിലല്ല, ആൺകുട്ടികൾ തന്നെയാണ് പെൺകുട്ടികളുടെ വേഷം ചെയ്തിരുന്നത്. ഇനി പെൺകുട്ടികളുടെ ഡ്രാമയാണെങ്കിൽ ആൺകുട്ടികളുടെ വേഷം പെൺകുട്ടികളും ചെയ്യുമായിരുന്നു. അന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോഴോ ഞാനിവിടെ ഈ ലാബിന്റെ ഡോർ അടച്ചിട്ടുള്ള പ്രാക്ടീസ് എന്താ നിങ്ങൾക്ക്? പുറത്തെ നോയ്സോ? ആഹാ കൊള്ളാലോ. അങ്ങനെ പുറത്തെ നോയ്സ് കേട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഡോർ എങ്ങാനും ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരൊറ്റൊന്നിനെ ഞാൻ ഈ കോമ്പൗണ്ടിലേക്ക് കേട്ടില്ല. പിന്നെ അതെനിക്ക് തിരിച്ചു വല്ലതും പറയണമെന്നുണ്ടോ? താൻ ധൈര്യമായിട്ട് പറഞ്ഞോ, എന്റെ കയ്യിൽ തന്റെ പാരന്റിന്റെ നമ്പർ ഉണ്ട് എന്നുള്ളതൊന്നും ഒരു ഭീഷണിയായിട്ടേ താൻ കരുതണ്ടാവത്. പെൺകുട്ടികൾക്ക് നാശമാവാൻ ഒരു പേരുണ്ടായാൽ മതി, ഒരു പേരുണ്ടായാൽ മതി. ഇപ്പൊ ഈ പറഞ്ഞ ഞാനോ ഇവിടെ നിൽക്കുന്ന മീര ടീച്ചറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാള് മറ്റൊരാളോട് പറഞ്ഞാൽ മതി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പോയിൽ ആവാൻ. അതിന്റെ ഒരു ആവശ്യം നിങ്ങളായിട്ട് ഉണ്ടാക്കരുത്.